ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വിശേഷവുമായി ചേർത്ത് കേരളത്തെ ഇന്ത്യയിലെ ലോകത്തിലെ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു ചിന്ത മനോരമയിലും അതുപോലെ തന്നെ ദേശാഭിമാനിയിലും വന്ന ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഏപ്രിൽ 2, 2023 വലിയ മാറ്റങ്ങൾ കേരളത്തിൽ നടക്കുന്നു. കേരളത്തെ എങ്ങനെ ലോകത്ത് ഒന്നാമതെത്തിക്കാം? അതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഒന്ന്, ഹാപ്പിനെസ് നിലവാരത്തിൽ 1-ാം സ്ഥാനം. 2, ആളോഹരി വരുമാനത്ത് 1-ാം സ്ഥാനം. ഇത് ലക്ഷ്യമിട്ട് നമ്മുടെ നേതാക്കന്മാരും എല്ലാവരും ഓരോ വ്യക്തികളും എന്റെ ഹാപ്പിനെസ് നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, എന്റെ ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഓരോ വ്യക്തികൾക്കും, നേതാക്കന്മാരിൽ മാത്രമല്ല എല്ലാവരിലും അതിന്റെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. ഒന്നാമതായി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമത് കൂടുതൽ വ്യവസായങ്ങൾ ഉണ്ടാക്കുക. കൂടുതൽ സ്വകാര്യ സംരംഭങ്ങൾ ആരംഭിക്കുക. കേരളത്തിൽ ആളോഹരി വരുമാനം അങ്ങനെ വർദ്ധിപ്പിക്കുക. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, പെൻഷൻ തുക വർദ്ധിപ്പിക്കുക. ഇപ്പോഴും നമുക്ക് കിട്ടുന്ന പെൻഷൻ 1600 രൂപയാണ്. BPL തലത്തിലുള്ള ആൾക്കാർക്കെങ്കിലും ആ തുക വർദ്ധിപ്പിച്ച് 5000, 10000 എത്തിക്കണം. കേരളത്തെ കൈക്കൂലി ഇല്ലാത്ത ഒരു നാടാക്കി മാറ്റുക. കേരളത്തെ ലോക നിലവാരത്തിൽ എത്തിക്കുക. ഇതിന് കേരള ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ നന്മ, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ 1000 SMEകളുടെ വിറ്റുവരവ് 10,000 കോടിയാക്കും. 2022-23 സംസ്ഥാനത്ത് ആകെ ആരംഭിച്ചത് 1,30,815 പുതിയ സംരംഭങ്ങൾ. പുതിയ സംരംഭങ്ങളിൽ 35% സ്ത്രീകൾ. വലിയ മാറ്റമാണ്, സ്ത്രീ മുന്നേറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. കേരള മോഡൽ എന്ന് പറയത്തക്ക വിധത്തിൽ ഉള്ള വലിയ മാറ്റം. കേരള മോഡൽ ആരോഗ്യത്തിലും, ആരോഗ്യ നിലവാരത്തിലും, അതുപോലെ തന്നെ വിദ്യാഭ്യാസ നിലവാരത്തിലും സെപ്പറേറ്റ് ആയിട്ടൊരു കേരള മോഡൽ. കേരളം ഇന്ന് ലോകത്തിൽ തന്നെ പല കാര്യങ്ങളിലും ഒന്നാമതാണ്. യൂറോപ്യൻ നിലവാരത്തിലേക്ക് കേരളം എത്തിക്കൊണ്ടിരിക്കുന്നു. അതില് കേരള ഗവൺമെന്റിന്റെ വലിയ ഭാഗത്തു നിന്നുള്ള വലിയ മാറ്റമാണിത്. മിഷൻ 1000 പദ്ധതിയിലൂടെ മികച്ച 1000 SME സംരംഭങ്ങൾ 100 കോടി രൂപയുടെ വിറ്റുവരവുള്ള കമ്പനികളാക്കി മാറ്റുക സർക്കാർ ലക്ഷ്യമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. വലിയ മാറ്റമാണിത്, വലിയ മാറ്റമാണ്. സംസ്ഥാനത്തെ വ്യവസായ വകുപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് സംഘടിപ്പിച്ച MSME ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തില് 1,39,815 ചെറുകിട സംരംഭങ്ങളാണ് കേരളത്തിൽ ആരംഭിച്ചത്. ഇതിലൂടെ 8,417 കോടിയുടെ നിക്ഷേപവും 2,99,943 പേർക്ക് തൊഴിൽ ഉറപ്പാക്കി. ഇത് പറയുന്ന വാസ്തവമാണ്. നമുക്ക് സർക്കാരിനെ വിശ്വസിക്കാം, ഇത് വാസ്തവമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. പുതിയ സംരംഭങ്ങൾ 35% സ്ത്രീകളാണ്. കേരളത്തിൽ വലിയൊരു മുന്നേറ്റമാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസ തലത്തിലും അതുപോലെ തന്നെ വ്യാവസായിക തലത്തിലും കൊച്ചു കൊച്ചു സംരംഭങ്ങളും. വീട്ടമ്മമാരുള്ള കേരളം, മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള വീട്ടമ്മമാരുള്ള കേരളം സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ വ്യവസായം വളരാൻ ഏറ്റവും സഹകരിക്കേണ്ടത് പഞ്ചായത്തുകളും ബാങ്കുകളുമാണ്. മൂലധനം, ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ചു. ബോധവൽക്കരണ പരിപാടികളും ലോൺ മേളകളും സംഘടിപ്പിച്ചു. വലിയ മാറ്റം, വലിയ മാറ്റം. പ്രത്യേക അഭിനന്ദനങ്ങൾ. കേരളവും വികസനത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നാമത് എത്തണമെന്നുള്ള ഒരു ചിന്ത വന്നതിൽ എന്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങളും സ്നേഹവും നന്ദിയും. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, കൂടുതൽ വ്യവസായങ്ങൾ ഉണ്ടാക്കുക, കൂടുതൽ സ്വകാര്യ സംരംഭങ്ങൾ ആരംഭിക്കുക, കേരളത്തിൽ ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുക. ഇന്നിപ്പോ കേരളം ഇന്ത്യയിലെ 11-ാം സ്ഥാനമാണ്. ലോകത്തിലെ വേൾഡിൽ 1-ാം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്സംബർഗ്, അതുപോലെ തന്നെ അമേരിക്ക എന്ന് പറയുമ്പോൾ 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പെർ ക്യാപിറ്റ ഇൻകം. കേരളത്തിലെ പെർ ക്യാപിറ്റ ഇൻകം ഏകദേശം 4 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. ഇന്ത്യൻ ആവറേജ് എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപയാണ്. ലക്സംബർഗ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 90 ലക്ഷം രൂപയാണ് ലക്സംബർഗ് വേൾഡ് നമ്പർ 1 പെർ ക്യാപിറ്റ. ഇവിടെ നിന്ന് നമ്മൾ ഈ 5 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷത്തിലേക്ക്, 60 ലക്ഷത്തിലേക്ക്, അമേരിക്കൻ നിലവാരത്തിലേക്ക് കേരളം വർദ്ധിപ്പിക്കുക, ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അമേരിക്കയ്ക്ക് തുല്യമായ ഒരു നിലവാരത്തിൽ എത്തുക
ചൈനയ്ക്ക് തുല്യമായ ഒരു നിലവാരത്തിലെത്തുക, ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാമതെത്തുക ഇന്ത്യ. അപ്പോ പിന്നീടുള്ളതാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, പെൻഷൻ തുക വർദ്ധിപ്പിക്കാം. ഹാപ്പിനെസ് പെർസെന്റേജിൽ 6 ക്രൈറ്റീരിയ ഉണ്ട് പ്രധാനമായിട്ട്. ഒന്നാമത് പെർ ക്യാപിറ്റ ഇൻകം, രണ്ടാമത് സോഷ്യൽ സെക്യൂരിറ്റി, മൂന്നാമത് ഹെൽത്തി ലൈഫ് ലോഞ്ചിവിറ്റി. അപ്പൊ സോഷ്യൽ സെക്യൂരിറ്റി, ഹെൽത്തി ലൈഫ് ലോഞ്ചിവിറ്റി. നാലാമത് കൈക്കൂലി ഇല്ലാത്ത നാടാക്കി മാറ്റുക. അഞ്ചാമത് ഫ്രീഡം ഓഫ് ചോയ്സ്, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുക. ആറാമത് പരസ്പര സഹായം. അങ്ങനെയുള്ള ഒരു നല്ല കേരളത്തെ ലോക നിലവാരത്തിൽ എത്തിക്കുക, ഇതെല്ലാവരും സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ കൊച്ചു കൊച്ചു ആളുകൾ പോലും പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കാൻ, എനിക്ക് എന്റെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കാൻ എനിക്കെന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ കേരളം ലോകത്തിലെ തന്നെ ഒരു മാതൃകയായി, ലോകത്തിലെ ഒന്നാമത്തെ സ്ഥലമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക്